ഗൈസ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വണ്ടി ഗട്ടറിലേക്ക് വരുമ്പോൾ എന്തോ ഒരു സാധനം ലൂസായി കിടന്ന് അടിക്കുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. ഇത് ബാക്കിൽ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ചെങ്കിലും ഞാൻ അതിൻ്റെ ഈ ഒരു കാരിയർ അയച്ച് റിമൂവ് ചെയ്ത് നോക്കി. ഈ ഒരു ഹഗ്ഗർ, ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ സെറ്റ്, ഇവനൊരു ഇന്നർ ഹഗ്ഗർ വരെ ഞാൻ അയച്ചു നോക്കി. അതും പോരാഞ്ഞ് ഈ ഒരു സീറ്റ് അയച്ചിട്ടേക്കുന്ന ടൂൾ കിറ്റ് വരെ ഞാൻ മാറി നോക്കി. പക്ഷേ എനിക്ക് സംഭവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുറച്ച് ദിവസം ഇതിൻ്റെ ബാക്കിൽ നിന്നായിരുന്നു. പിന്നെ ഞാൻ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഒരു റൗണ്ട് വണ്ടി ഒന്ന് ഓടിച്ച് വന്നതിന് ശേഷം നേരെ വന്ന് ഈ ഒരു ഡിസ്പ്ലേ 2 തട്ട് ഇട്ട് നോക്കി. ഇവിടെ നിന്നായിരുന്നു ഒരു സൗണ്ട്. ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ് ഉണ്ട്. ഞാൻ പണ്ട് എപ്പോഴോ ബ്രേക്ക് പാഡ് മാറാൻ നേരത്തെ ആ ഒരു സ്പ്രിങ് കറക്റ്റായിട്ട് ഇടാത്തതാണ്. ബട്ട് ഇവിടെ നിന്നാണ് ആ ഒരു സൗണ്ട്. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ വണ്ടി ഒരു സൈഡിൽ നിന്ന് ഞാൻ പതുക്കെ പൊളിച്ചങ്ങ് തുടങ്ങിയേനെ. ഞാൻ അവസാനമായിട്ട് വിചാരിച്ചത് ഈ ഒരു മോണോ ഷോക്കിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ്. സോ ടിപ്പ് ഓഫ് ദി ഡേ, വണ്ടി പണിയാൻ വേണ്ടി ആർക്കും പറ്റും. പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാനും പ്രശ്നം. ഇപ്പോൾ ഈ ചെറിയ സ്പ്രിങ്ങിൻ്റെ ഇഷ്യൂ എനിക്കിനെ ശരിയാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് കണ്ടുപിടിക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഈഗോ ഒന്നും പിടിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ട് കൊടുത്തിട്ട് വണ്ടി പണിയാൻ വേണ്ടി നോക്കുക. അല്ലാതെ ചുമ്മാ ഈഗോ ഒക്കെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടി തൊടിയും, സമയവും പോവും, പൈസ അതെനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും.